ഇതുപോലെ ചില മക്കളൊക്കെ നമ്മളോട് എക്സാം കഴിഞ്ഞാൽ പറയാറുണ്ട്, മാഷേ ഫിസിക്സിന്റെ എക്സാം കയ്യിൽ നിന്ന് പോയി എന്ന്. ശരിക്കും ഇല്ലേ, ഒരു ചോദ്യം നിങ്ങൾ എക്സാം ഹാളിൽ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരമാവധി വെറൈറ്റി ചോദ്യങ്ങളൊക്കെ നേരത്തെ കണ്ട് പരിശീലിക്കണം. അതിനാണ് ഏജ് റിപ്പോർട്ട്. ഞങ്ങൾക്ക് മാക്സിമം ചോദ്യം തരാം. എൻ്റെ മക്കൾക്ക് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തരട്ടെ. എൻ്റെ കൂടെ പഠിക്കണം. ഈ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന സമയത്ത് ഓരോ ചോദ്യം കഴിയുമ്പോൾ ഒന്ന് പോസ് അടിക്കുക, മനസ്സിലായോ എന്ന് നോക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. റെഡി അല്ലേ? ഹാപ്പി അല്ലേ? സെറ്റ് ആണെങ്കിൽ നമുക്കൊരു ലൈക്ക് അടിക്കുക, നല്ലൊരു കമന്റ് ഇടുക. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് യൂസിങ് ഡിഫറെന്റ് യൂണിറ്റ്. ഇതെന്താ? To solve the problems of different unit for a physical measurement in different regions, there are certain units that are accepted worldwide. What are these unit known as? പക്ഷെ മനസ്സിലായില്ല, മലയാളത്തിൽ പറ. അതായത് ശരിക്കും ഓരോ അളവിന് ഓരോരോ സ്ഥലത്തും ഓരോരോ യൂണിറ്റ് ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, കൈ അല്ല നീളം അളക്കാൻ ഒരു മുഴം, അല്ലെങ്കിൽ ഒരു അടി, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. ഒരു ചാണ്, ഹാൻഡ് സ്പാന്, ക്യൂബിറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ പണ്ട് കാലത്ത് വിവിധങ്ങളായ അളവുകൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലോകത്തെല്ലായിടത്തും സ്വീകാര്യമായ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. ഏതാണ് ആ സമ്പ്രദായം എന്ന്? നല്ല ചോദ്യമല്ലേ? എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ. ഇനി ആൾക്കാർ കൈകൊണ്ടും കാലുകൊണ്ടും ഒന്നും അളക്കണ്ട സുഹൃത്തുക്കളെ. ലോകത്തെ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാടാ? SI യൂണിറ്റ്. ഏത് യൂണിറ്റാ മക്കളെ? SI യൂണിറ്റ്. ഈ SI യൂണിറ്റിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് സെയിം എവരിവെയർ. ലോകത്തെല്ലായിടത്തും തുല്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. എല്ലായിടത്തും സ്വീകാര്യമാണ്. സെറ്റ്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓരോ ചോദ്യം നമ്മൾ പഠിച്ച് നല്ല ഉഷാറായിട്ടാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കണം. ഈ SI യൂണിറ്റുകൾ ഏതൊക്കെയായിരുന്നു ഓർമ്മ ഉണ്ടോ? ലെങ്ത്, നീളത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. അപ്പൊ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇനി മീറ്റർ ഉപയോഗിക്കുക. മാസിൻ്റെതാണെങ്കിൽ കിലോഗ്രാം, സമയത്തിൻ്റെതാണെങ്കിൽ സെക്കൻഡ്, കറന്റ് ആണെങ്കിൽ ആംബിയർ, ടെമ്പറേച്ചർ താപനിലയാണെങ്കിൽ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിന്റെ അളവാണെങ്കിൽ ഏതായിരുന്നു? മോള്, ലൂമിനസ് ഇന്റൻസിറ്റി പ്രകാശ തീവ്രത ആണെങ്കിൽ ഏതാണ്? കാൻഡില. അതൊക്കെ എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പോവാണേ. ദ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആൻഡ് ലൈറ്റ് ഇയർ ആർ ടു ലാർജ് യൂണിറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ് ഓർ ലെങ്ത്. പ്രകാശവർഷവും ആസ്ട്രോണമിക്കൽ യൂണിറ്റും നീളത്തിന്റെ രണ്ട് വലിയ യൂണിറ്റുകളാണ്. ഞങ്ങൾക്ക് അറിയാലോ. എക്സ്പ്ലെയിൻ വാട്ട് ദേ ആർ. അതെന്താണെന്ന് വിശദീകരിക്കാൻ. നല്ലൊരു ചോദ്യം, നമുക്ക് പേടിക്കരുത്. ആദ്യം മക്കൾ ഞാൻ നോക്കുക. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതേപോലെ തന്നെ നമ്മളെ ലൈറ്റ് ഇയർ. എന്താ മക്കളെ ലൈറ്റ് ഇയറിന്റെ മലയാളം? പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചാൽ വളരെ പരിപാടി എളുപ്പമായി. നമുക്ക് നോക്കാം. സിമ്പിളാണ്. എന്താ മക്കളെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? നമ്മുടെ പാവം സൂര്യൻ. ഇത് നമ്മളെ ഭൂമി ആയിക്കോട്ടെ. ഇത് നമ്മളെ സൂര്യേട്ടൻ. നമ്മളെ ഭൂമിയും സൂര്യനും തമ്മിൽ എത്ര ദൂരം ഉണ്ട് അറിയാം? ഭൂമിയും സൂര്യനും തമ്മിൽ 15 കോടി കിലോമീറ്റർ ഉണ്ട്. ഈ ദൂരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, 1 AU. സോ ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എല്ലാ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അത് 15 കോടി കിലോമീറ്റർ ആണ്. ഇതാണ് നമ്മൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള, പ്ലാനറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി അടുത്താണ് ലൈറ്റ് ഇയർ. സിമ്പിളാ. നമ്മളെ ലൈറ്റ് ഭയങ്കര സ്പീഡാണ് പോവുക. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ഒക്കെ പോവുക. ഈ ലൈറ്റ് ഇല്ലേ, ഇത്രക്കും ദൂരം പോകുന്ന നമ്മളെ ലൈറ്റ് ഒരു കൊല്ലം കൊണ്ട് എത്ര ദൂരം പോയിട്ടാവും ആലോചിച്ച് നോക്കിയാൽ? വളരെ വലിയ ദൂരം. സോ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിച്ച ദൂരത്തിനെയാണ് നമ്മൾ പ്രകാശവർഷം എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ. സോ അത് നമ്മൾ എളുപ്പമായേ. ഇത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച ദൂരം. ഇത് പാവം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലം. ഇതിൽ ഏതാ ഏറ്റവും വലുത്? ഇതിൽ ഏറ്റവും വലുതാണ് ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം. ഹാപ്പി? സെറ്റ്? ഓരോ ചോദ്യത്തിലും പല വിവരങ്ങൾ പഠിക്കുന്നു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുന്നു. സർ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പലപ്പോഴും നിങ്ങളുടെ SI യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറയാറുണ്ട്, അല്ലെങ്കിൽ എന്താ ഇതേമാരത്തെ കൺവേർഷൻ ഉണ്ടാവാറുണ്ട്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോ ആണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. മാസിന്റെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലുതാണ് ടണ്ണ്. ഓ മൈ ഗോഡ്, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. എന്നാൽ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കിൻഡലിന് നമ്മൾ 100 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാമിനെയാണ് നമ്മൾ ഒരു കിൻഡൽ എന്ന് പറയാം. 100 കിലോഗ്രാം ആണെങ്കിൽ ഒരു കിൻഡൽ ഉണ്ടെന്നാ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1000 ഗ്രാം ചേർന്ന ഒരു കിലോഗ്രാം ആവും അല്ലേ? നമുക്ക് 500 പഞ്ചസാര, 500 കാരണം 500 ഗ്രാമാണ്. അപ്പോൾ 500 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. ഇനി അതേപോലെ 1000 മില്ലിഗ്രാം ചേർന്നാൽ ഏതാ? മില്ലിഗ്രാമിന്റെ വലുതാരാ? മില്ലിഗ്രാമിനേക്കാൾ വലുത് ഏതാ? ഗ്രാം. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, 1000 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാമാണ്. ഇതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ആ മാസിന്റെ ആ ഒരു ഓർഡർ അറിയില്ലേ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാമിനേക്കാൾ വലുത് ഏതാടാ? കിൻഡലാണ്. കിൻഡലിനേക്കാൾ വലുത് ഏതാടാ? ടണ്ണാണ്. കിലോഗ്രാമിനേക്കാൾ ചെറുത് ഏതാടാ? ഗ്രാം. ഗ്രാമിനേക്കാൾ ചെറുത് മില്ലിഗ്രാം. സിമ്പിൾ, വളരെ എളുപ്പം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാം. ഡെൻസിറ്റി ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്.
സാന്ദ്രത എന്ന് പറഞ്ഞാൽ അതൊരു വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. എന്താ മക്കളെ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന യൂണിറ്റുകളെയാണ്, ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഇതിനുള്ളിൽ കുറെ അടിസ്ഥാന അളവുകൾ ഉണ്ടാവും എന്നാണ് അതിനർത്ഥം. സോ ഇനി നമുക്ക് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഡെൻസിറ്റി? സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സിമ്പിളാണ്, നമ്മൾ പഠിച്ചതാണ്, എന്നാലും നമുക്കൊന്നും കൂടി പറഞ്ഞുതരാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആണ്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. സാറേ മലയാളത്തിൽ പറ. സാന്ദ്രത ഈസ് ഈക്വൽ ടു മാസ് ബൈ വ്യാപ്തം. ഇതിന്റെ യൂണിറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ശരിക്കും ഇതിന് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ പഠിക്കട്ടെ. നിങ്ങൾക്ക് ട്രയാങ്കിൾ പഠിക്കേ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് MVD ആലോചിക്കുക. M എന്ന് പറഞ്ഞാൽ മാസ്, V എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, D എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. ആരെയാണോ കാണേണ്ടി ഓനെ പൊത്തി പിടിക്കുക. ഡെൻസിറ്റി, സാന്ദ്രത ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വ്യാപ്തം. വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി, മാസ് ബൈ സാന്ദ്രത. മാസ് ഈസ് ഈക്വൽ ടു നേരെ ഗുണിക്കുക, വോളിയം ഇൻറ്റു ഡെൻസിറ്റി, വ്യാപ്തം ഇൻറ്റു സാന്ദ്രത. വല്ലത് അഭിപ്രായം ഉണ്ടോ? ഇല്ല, സിമ്പിളാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. വാട്ട്, ഇത് നല്ലൊരു ചോദ്യമാണ്. വാട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡെൻസിറ്റി? സാന്ദ്രതയുടെ ഉള്ളിൽ ഏതെല്ലാം അടിസ്ഥാന അളവുകളാണ് ഉള്ളത്? നിങ്ങൾ പറ, ഇതിനുള്ളിൽ ആരൊക്കെയുള്ളത്? ആരൊക്കെയുള്ളതെന്നല്ല ചോദിക്കുക, ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനുള്ളിൽ മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, മാസ് ഉണ്ട്, വ്യാപ്തം ഉണ്ട്. പക്ഷെ ചോദിച്ച ചോദ്യം അങ്ങനല്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെ, അടിസ്ഥാന അളവ് ഏതൊക്കെയാണ് നമുക്ക് നോക്കല്ലേ. മാസിന്റെ മക്കൾ പറ. സർ മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, മാസ് ഒരു അടിസ്ഥാന അളവാണ്. ഒരാളെ കിട്ടി. ഇങ്ങനെ മക്കൾ രണ്ടാമത്തെ നോക്ക്, വോളിയം. വോളിയം അതിൻ്റെ ഉള്ളിലുള്ള ഒരാളാണ്, വ്യാപ്തം അതിൻ്റെ ഉള്ളിലുള്ള ഒരാളാണ്. പക്ഷെ അതൊരു അടിസ്ഥാന അളവാണോ? അല്ല. അപ്പൊ അടിസ്ഥാന അളവ് എങ്ങനെയാക്കുക? വോള്യത്തിൻ്റെ ഉള്ളിൽ ആരാളുള്ളത് നോക്കുക. വോള്യം എങ്ങനെ കണ്ടെത്തുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. അതിൻ്റെ ഉള്ളിൽ മൊത്തം ആരാളുള്ളത്? നീളാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, സാന്ദ്രതൻ്റെ ഉള്ളിലുള്ള രണ്ട് അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാടാ? മാസും ലെങ്ത്തുമാണ്, മാസും നീളുമാണ്. സിമ്പിൾ. നല്ലോണം കേൾക്കുക. ഏതെങ്കിലും മനസ്സിലെങ്കിൽ ബാക്ക് അടിക്കുക. ഒന്നും കൂടി എൻ്റെ മക്കൾ നോക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ എൻ്റെ മക്കളോട് പറഞ്ഞതാണ്. നമ്മൾ ഫിസിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഫിസിക്സ് വിത്ത് ദാനിഷ് സർ. ഓക്കെ അല്ലേ? ഇതിൽ ഞാനും നിങ്ങളും ഉണ്ടാവുക. എൻ്റെ മക്കൾക്ക് ഫിസിക്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല ഡിസ്കഷനും നടത്തും, പല ക്വസ്റ്റ്യൻസും അതിലിടും, പ്രധാനപ്പെട്ട ചിലപ്പോൾ വാർത്തകൾ അതിൽ ഷെയർ ചെയ്യും. കൂടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം മുഴുവൻ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ്. സോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോവുക. കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ലിങ്ക് ഉണ്ടാവും, വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ ഈ ചാനൽ ലിങ്ക് ആവും, അല്ലെങ്കിൽ എജുപോഡിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ ലിങ്ക് ആവും. അതിലൊക്കെ ജോയിൻ ചെയ്ത് വെച്ചോ. ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം, പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചുതരാം. അപ്പോൾ നിങ്ങൾ അതിന് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി കേട്ടോ. സോ ഇതെല്ലാവരും ശ്രദ്ധിക്കാൻ, നമ്മൾ പൊളിക്കും. നല്ലൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ചോദ്യം. എന്താ സാറേ ചോദ്യം? ഇതെന്താ? ബിലോ ഈസ് എ പിക്ചർ ഓഫ് എ തെർമോമീറ്റർ. ഇതൊരു തെർമോമീറ്ററിന്റെ ചിത്രമാണ്. പക്ഷെ എന്താ തെർമോമീറ്റർ? നമ്മളെ താപനില, ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണമാണ് താപനില, തെർമോമീറ്റർ. ശരിക്കും താപനിലന്റെ യൂണിറ്റ് എന്താ? കെൽവിനാ. പക്ഷെ നമ്മൾ സാധാരണ ഇതിൽ എന്താ ഉപയോഗിക്കുക? ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എ, വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട്? ഒരു ഉപകരണത്തിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്ത്? എത്ര വട്ടം നമ്മൾ പറഞ്ഞാടാ, ഒരു ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് പല നീളങ്ങളും അളക്കാം, പല താപനില അളക്കാം, പലതും അളക്കാം. ഒരു ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ, ഏറ്റവും ചെറിയ അളവ്, അതിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അല്ലാതെ ഏറ്റവും വലിയ അളവ് 60 ആണോ? അങ്ങനല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ്, അതിനെയാണ് നമ്മൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് മെഷർമെന്റ് ദാറ്റ് ക്യാൻ ബി അക്യുറേറ്റ്ലി മെഷേർഡ് യൂസിങ് എ ഡിവൈസ്. ഒരു ഉപകരണം ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്. ഓക്കെ അല്ലേ? ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് തെർമോമീറ്റർ? ഈ തെർമോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? അത് നോക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്നെങ്കിൽ കോമൺ സെൻസ് കൊണ്ട് ഇങ്ങനെ ആലോചിക്കാം. സാർ ഇതിൽ ഇപ്പം എത്ര? നമുക്ക് 0 മുതലാണ് എപ്പോഴും നോക്കേണ്ടത്, അതാണ് ഏറ്റവും നല്ലത്. 0 മുതൽ 10 വരെ. അപ്പൊ 10 ആണോ ഏറ്റവും ചെറുത്? അല്ല. ഈ 10 വരെ എത്ര കഷ്ണാക്കി? 1 2 3 4. 10 4 കഷ്ണാക്കി. സോ ഇങ്ങോട്ട് നോക്കണേ, 10 4 കഷ്ണാക്കി. എപ്പോഴും മനസ്സിലാക്കുക, ലീസ്റ്റ് കൗണ്ട് കണ്ടെത്താനുള്ള മാർഗം എന്താ? നിങ്ങൾക്ക് ഒരു മെയിൻ ഡിഫറൻസ് എത്രയാണ് നോക്കുക. അതാ ഒരു വലിയ ആൾ മുതൽ അടുത്ത വലിയ ആൾ വരെ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കുക. 0 മുതൽ 10 വരെ എത്ര ഗ്യാപ്പ് ഉണ്ട്? 10. അല്ലെങ്കിൽ നോക്ക്, 30 മുതൽ 20 വരെ എത്ര ഗ്യാപ്പ് ഉണ്ട്? 10. സാർ 20 മുതൽ 10 വരെ എത്ര ഗ്യാപ്പ് ഉണ്ട്? 10. ഒരു വലിയ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക. 10 ഡിവൈഡഡ് ബൈ ഒന്നിന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കുക. എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കടാ? 1 2 3 4. എത്ര ഡിവിഷൻ ഉണ്ട് നോക്കുക? 10/4. എൻ്റെ മക്കൾ
മനസ്സിലാക്കുക 10/4 എന്ന് പറഞ്ഞാൽ എത്രടാ? 10/4 എന്ന് പറഞ്ഞാൽ 5/2 എന്നാണ്. കാരണം 10ന്റെ പകുതി 5 ആണ്, 4ന്റെ പകുതി 2 ആണ്, 5/2 ആണ്. 5/2 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതിയാണ്. 5ന്റെ പകുതി എത്രടാ? 2.5 ആണ് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട്. ഒരിക്കൽ കൂടി പറയണേ, നല്ലോണം നോക്കണേ, ശ്രദ്ധിക്കുക. സാറേ ഒരാൾ മുതൽ അടുത്ത ആൾ വരെയുള്ള ഗ്യാപ്പ് 10 ആണ്. ഈ 10നെ വരെ 1 2 3 4 കഷ്ണാക്കി. അപ്പൊ 10ലെ ഒരു കഷ്ണമാണ് അതിന്റെ ഏറ്റവും ചെറുത്, 10/4. അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഒരു മെയിൻ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ. ഓക്കെ അല്ലേ? എത്ര ഡിവിഷൻ ഉണ്ട്? 1 2 3 4 4 വരകളുണ്ട്. സോ 10/4 2.5 ആണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്. പേടിക്കരുത്, പ്രാക്ടീസ് ചെയ്യാൻ, നല്ല ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സാർ അടുത്ത ക്വസ്റ്റ്യൻ. കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും? രാത്രിയുള്ള ലൈവിൽ ചെയ്യും. രാത്രിയുള്ള ലൈവിൽ എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും വരണേ, നമ്മൾ കത്തിക്കും. സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. It is not possible to measure the thickness of a page in a notebook directly using scale. Suggest a way to do this. സാറിൻ്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ നോട്ട്ബുക്കിൽ ഏതോ ഒരു പേജിന്റെ കനം ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുമോ? പറ്റൂല. അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക? എങ്ങനെയാ മക്കളെ? ഒരു പേപ്പറിന്റെ കനം എങ്ങനെ കണ്ടെത്തുക? സിമ്പിൾ ആടാ. ഞാൻ ഇവിടെ എത്ര വട്ടം പറഞ്ഞതാ? ഒരു പേപ്പർ നമ്മൾ അട്ടിക്കിടുക, കുറേ പേപ്പർ നമ്മൾ അട്ടിക്കിടുക, ഒരു ബണ്ടിൽ ഉണ്ടാക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 100 പേപ്പറൊക്കെ അട്ടിക്കിടുക. എന്നിട്ട് ഈ മൊത്തം ബുക്കിന്റെ ഹൈറ്റ് നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് എൻ്റെ മക്കൾ ചെയ്യുക, ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ, ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മറക്കരുത് സുഹൃത്തുക്കളെ, സിമ്പിൾ ആടാ. ആകെ ഉയരം ബൈ ആകെ എണ്ണം. സപ്പോസ് ഇതിന്റെ ഉയരം ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കുക, ഇതിലൊരു 100 പേപ്പർ ഉണ്ടെന്ന് ഇരിക്കുക. അപ്പൊ എന്താ വരിക? 10 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ ഒരു പേപ്പറിന്റെ കനം കണ്ടെത്താൻ പറ്റും. അപ്പൊ പേപ്പറിന്റെ കനം എങ്ങനെ കണ്ടെത്തുക? ഹൗ ക്യാൻ വി ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ പേപ്പർ? അപ്പൊ നമ്മൾ പറയാം ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പേപ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ്. സിമ്പിൾ, വളരെ വളരെ എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ പാഠത്തിൽ പല ആൾക്കാരും എന്ത് മാത്രമാണ് നോക്കി പോവുക? മെഷറിംഗ് ജാറും മറ്റേതും നോക്കി പോകും. ഇത് മെഷറിംഗ് ജാറും ഞാൻ നേരത്തെ പറഞ്ഞ ഇതായിരുന്നു ഈ സാധനം. മെഷറിംഗ് ജാറും ഒരു പേപ്പറിന്റെ കനം കണ്ടെത്തലും മാത്രം നോക്കി പോകും. അവിടെ ഒരു സൈലന്റ് കില്ലർ ഉണ്ട് ഈ പാഠത്തിന്റെ ലാസ്റ്റ് പേജിലുള്ള സ്റ്റോപ്പ് വാച്ച്. അത് വെച്ച് എന്താ ചോദിക്കുക? ഒരു ഊഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നു പറയും, അല്ലെങ്കിൽ ഒരു പെൻഡുൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കും. പെൻഡുൽ എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചിയില്ലേ, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കാന്നായിരിക്കും. ആ ക്ലോക്കിന്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കാന്ന് പറയും. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും, അത് ഒരു 10 സെക്കൻഡിൽ 20 ആട്ടം ആടി, അല്ലെങ്കിൽ 10 സെക്കൻഡിൽ 100 ആട്ടങ്ങൾ ആടി. ഒരു ആട്ടം ആടാൻ എത്ര സമയം എടുക്കും? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഒരു ആട്ടം ആടാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താൻ ഞാൻ പറഞ്ഞത് വളരെ വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. ചോദ്യം നോക്കടാ. ഡിസ്ക്രൈബ് എ മെത്തേഡ് ടു ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ എ സ്വിംഗ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഓസിലേഷൻ എന്നുള്ള വാക്കിന്റെ മക്കൾ പഠിക്കണം. ആട്ടം എന്നാണ് അതിനർത്ഥം. ആട്ടം, ഒരു ആട്ടം ആടാൻ, ഒരു ദോലനം പൂർത്തിയാക്കാൻ. ഓക്കെ അല്ലെ? അതിന് പച്ച മലയാളമാണ് ദോലനം. ഒരു ആട്ടം അല്ലെങ്കിൽ ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നു? സിമ്പിൾ ആയിട്ട് പഠിച്ചോ. അത് ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൊണ്ട് ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ സിമ്പിൾ ആണ്. ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ. സാർ അങ്ങനെ പറഞ്ഞാൽ എന്താ? വളരെ വളരെ എളുപ്പം, പേടിക്കൊന്നും വേണ്ട. എടാ അങ്ങോട്ട് നോക്കി. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാൻ ഇരിക്കുക, ഒരു ഊഞ്ഞാലുണ്ടായിരുന്നേ, പാവം മമ്മൂട്ടിയോ മോഹൻലാലോ ഊഞ്ഞാലാടുക. ഊഞ്ഞാലാടിയ സമയത്ത് 10 സെക്കൻഡ് കൊണ്ട് എത്ര ആട്ടങ്ങൾ ആടിയടാ? 100 ആട്ടങ്ങൾ ആടിന്നിരിക്കുക. 10 സെക്കൻഡ് കൊണ്ട് 100 ആട്ടങ്ങൾ ആടി. അപ്പോൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു ആട്ടം ആടാൻ എത്ര സമയം എടുക്കും? ഒരു ഓസിലേഷൻ എത്ര സമയം എടുക്കും? ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ടോട്ടൽ ടൈം, ആകെ സമയം എത്ര ഉപയോഗിച്ച്? 10 സെക്കൻഡ് ഡിവൈഡഡ് ബൈ എത്ര ആട്ടങ്ങൾ ആടി? 100. 10 ഡിവൈഡഡ് ബൈ 100. ഈ 0 വെട്ടി 1 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.1 ആണ് ഉത്തരം. കഴിഞ്ഞ്. സോ ഇതൊന്നും നിന്റെ മക്കൾ പഠിച്ചു വെച്ചാൽ നമ്മളാവിടെ ക്ലാസ്സിലെ ടോപ്പർ, നമ്മളാവും ടോപ്പർ. അപ്പോൾ ഇതൊന്നും ഞങ്ങളായില്ലല്ലോ, ഇതേ പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ച ഞങ്ങൾ വേറെ ലെവലാ. സോ എൻ്റെ കൂടെ പഠിച്ചോ. ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ. സെറ്റ് അല്ലേ? ഇത് അടുത്ത പരിപാടി കഴിയാനായിട്ട് അടുത്ത ദിവസം നോക്കണം. there are situation where friction needs to be reduced. ഘർഷണ ബലം കുറയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്തിനാ മക്കളെ ഫ്രിക്ഷൻ കുറയ്ക്കണത്? എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഫ്രിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡ് പോകും. ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് സ്പീഡ് കുറയാ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടിൻ്റെ സ്പീഡൊക്കെ കൂട്ടണമെങ്കിൽ ഫ്രിക്ഷൻ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഘർഷണ ബലം കുറച്ചാൽ മതി. ഘർഷണ ബലം കുറയ്ക്കാനുള്ള സജസ്റ്റ് 3 ways to reduce friction. അത് കുറയ്ക്കാനുള്ള 3 മാർഗ്ഗങ്ങൾ പറയാന്ന്. നമ്മൾ വേണമെങ്കിൽ 4 മാർഗ്ഗം പറഞ്ഞു കൊടുക്കും. ഏതൊക്കെയാ മക്കളെ മാർഗ്ഗങ്ങൾ? എളുപ്പമാടാ സർ. ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ഒന്നാമത്തെ മാർഗ്ഗമാണ്, വളരെ എളുപ്പമുള്ള മാർഗ്ഗമാണ് സ്ട്രീം ലൈനിങ്. എന്താ മക്കളെ സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ? പക്ഷെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ധാരാലേഖിതമാക്കൽ. സാർ എന്താ ധാരാലേഖിതം?
ഉപയോഗിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ ആകൃതി വ്യത്യാസപ്പെടുത്തുക, ഡിസൈനിങ് അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് ദ ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. വാഹനങ്ങളുടെ ആകൃതിയൊക്കെ നമ്മൾ കൂർപ്പിച്ചുണ്ടാക്കുക. തോണിന്റെ ഫ്രണ്ട് ഭാഗം കൂർപ്പിച്ചുണ്ടാക്കും, വിമാനത്തിന്റെ ഫ്രണ്ട് ഭാഗം കൂർപ്പിച്ചിട്ടുണ്ടാക്കും. എന്തിനാ? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഘർഷണബലം കുറച്ചാൽ ഗുണം എന്താ? സ്പീഡ് കൂടും. സെറ്റ് അല്ലേ? ഇതാണ് ഒന്നാമത്തെ മാർഗം. ഇനി രണ്ടാമതൊരു മാർഗം ഉണ്ട് സാർ. എന്താ രണ്ടാമത്തെ മാർഗ്ഗങ്ങൾ? ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക. ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക. മലയാളത്തിൽ എന്താ പറയുക? സ്നേഹകങ്ങൾ ഉപയോഗിക്കുക. എന്താ മാഷ് സ്നേഹകങ്ങൾ എന്ന് പറഞ്ഞാൽ? എടാ ഗ്രീസ് ഉപയോഗിക്കുക, എണ്ണ അതിൻ്റെ ഇടയ്ക്ക് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൂബ്രിക്കൻസ്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് വയ്ക്കും സോളിഡ് ഫോമിലുള്ള ഖരരൂപത്തിലുള്ള ലൂബ്രിക്കൻ്റ് ഏതാ മക്കളെ? സോളിഡ് ഫോമിലുള്ള ലൂബ്രിക്കൻ്റ് ആണ് നമ്മളെ ഗ്രാഫൈറ്റ് കേട്ടോ. ഇനി മൂന്നാമതൊരു മാർഗ്ഗമുണ്ട്. മൂന്നാമത്തെ മാർഗ്ഗമാണ് ബെയറിങ്ങൾ ഉപയോഗിക്കുക. ബെയറിങ്ങൾ ഉപയോഗിക്കുക. രണ്ട് തരം ബെയറിങ്ങൾ ഉണ്ട്, ബോൾ ബെയറിങ്ങും നീഡിൽ ബെയറിങ്ങും. സിമ്പിളാ. ബെയറിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. സാധാരണ ബെയറിംഗ് ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്കിടയിലാണ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, ബിറ്റ്വീൻ മെഷീൻസ് വിച്ച് ആർ മൂവിങ്, ഓക്കെ, അല്ലെങ്കിൽ പാർട്സ് വിച്ച് ആർ മൂവിങ്, കറങ്ങുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്കിടയിലാണ് ബെയറിംഗ് ഉപയോഗിക്കുക. നാലാമത്തെ ഒരു മാർഗ്ഗമുണ്ട്. നാലാമത്തെ ഒരു മാർഗ്ഗമാണ് പോളിഷിംഗ് സർഫസ്. എന്താ മാഷേ പോളിഷിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ? പ്രതലങ്ങൾ മിനുസപ്പെടുത്തുക. മിനുസമാക്കി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയും. അതും കൂടി എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. സോ ഘർഷണ ബലം കുറയ്ക്കാൻ 4 മാർഗ്ഗങ്ങളുണ്ട്. ആ 4 ഇമ്പോർട്ടൻ്റ് ആണ്. സാർ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷൻ വേർ ഫ്രിക്ഷൻ ഈസ് ഹാംഫുൾ. ഘർഷണ ബലം ഉപദ്രവമാകുന്ന 2 സന്ദർഭം പറയുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്നിൻ്റെ മക്കൾ പറയാം ചെരുപ്പ് തേയുന്നത്, വിയർ ആൻഡ് ടിയർ ഓഫ് ചപ്പൽസ്, ടയർ തേയുന്നത്, വിയർ ആൻഡ് ടിയർ ഓഫ് ടയേഴ്സ്. വേണമെങ്കിൽ പറയാം ഫ്യൂവൽ ലോസ്, വാഹനങ്ങളിൽ ഇന്ധന നഷ്ടം ഉണ്ടാകുന്നത്. ഇതിനൊക്കെ കാരണം എന്താടാ? ഈ ഫ്രിക്ഷൻ കൊണ്ടാണ്. സോ ഘർഷണ ബലത്തിന്റെ ഉപയോഗങ്ങളും ഉപദ്രവങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. ഉപയോഗങ്ങൾ എന്താ? നമുക്കൊരാളെ പിടിക്കാൻ കഴിയുന്നു, വി ആർ ഏബിൾ ടു ഹോൾഡ് എൻ ഒബ്ജക്റ്റ്, വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഫ്ലോർ, നമ്മൾ തറയിലൂടെ നടക്കാൻ പറ്റുന്നു. ഇതൊക്കെ ഫ്രിക്ഷൻ കൊണ്ടാണ്. സോ ഇതിനെ കൊണ്ട് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. ഇനി ഏതെങ്കിലും കുട്ടിക്ക് ഈ ഭാഗം സ്കൂൾ എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, പേടിക്കേണ്ട, നോ പ്രോബ്ലം. നിങ്ങളെ സ്കൂൾ എടുത്തവരെ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓവർ സ്പീഡ് ഓഫ് വെഹിക്കിൾസ് റിസൾട്ട് ഇൻ ആക്സിഡന്റ്. വാഹനങ്ങളുടെ അമിത വേഗത അപകടത്തിന് കാരണമാക്കുന്നു. നമുക്കറിയില്ല അത്. ഓക്കെ, റൈറ്റ് 2 മെസ്സേജസ്. 2 മെസ്സേജുകൾ എഴുതാൻ പറ്റുമോ? ടു ബി റിട്ടൺ ഓൺ എൻ അവയർനെസ് ബോർഡ് ഇൻ യുവർ സ്കൂൾ പ്രിമൈസസ്. നിങ്ങളെ സ്കൂളിന്റെ ചുറ്റുപാട് നാട്ടുകാർ കാണാൻ വേണ്ടി 2 ബോർഡ് വെക്കാൻ പറ്റുമോ? നിങ്ങൾ അതിൽ എഴുതാൻ പറ്റുന്ന സന്ദേശങ്ങൾ വലുതും എഴുതാൻ പറ്റുമോ? ടു മിനിമൈസ് റോഡ് ആക്സിഡന്റ്. അത് കണ്ട റോഡ് ആക്സിഡന്റ് കുറയുന്ന രീതിയിലാവണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സ്കൂളിന്റെ മുമ്പിൽ റോഡ് സൈഡിൽ ഇറങ്ങിക്കാം. സ്പീഡ് ത്രിൽസ് ബഡ് കിൽസ്. വേഗത ത്രില്ല് ചെയ്യുന്നു അല്ലെങ്കിൽ ത്രില്ലാക്കുന്നതാണ്, പക്ഷേ അത് നമ്മളെ കൊല്ലുന്നതാണ്. ആണെങ്കിൽ ഇതിൽ കൂടെ വേണമെങ്കിൽ അടുത്ത പറയാം ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിങ്ങളെന്താ നേരം വൈകുന്നതാണ് മരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. അല്ലാതെ നമ്മൾ നേരം വൈകി വെച്ചിട്ട് വണ്ടി സ്പീഡിൽ പോയാൽ ആ വണ്ടി തട്ടിപ്പോയാൽ തീർന്നില്ലേ. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഏതെങ്കിലും 2 നല്ലൊരു ഡയലോഗ് എഴുതിയേക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള ഏത് 2 ഡയലോഗ് എഴുതിയാലും കുഴപ്പമില്ല. അത് കാണുമ്പോൾ തോന്നണം ഒരു അപകടത്തിനെതിരെ, റോഡ് അപകടങ്ങൾക്കെതിരെയുള്ളതാണെന്ന് തോന്നിയാൽ മതി. സെറ്റാ. ഇങ്ങനെയുള്ള മെസ്സേജ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ പുഷ് ചെയ്യൂ, സന്തോഷിക്കൂ, ഹാപ്പി അല്ലേ. സോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടി? ബാക്ക് അടിക്കുക, വീണ്ടും വീണ്ടും കാണുക. ഏതെങ്കിലും ചോദ്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, വേഗം ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. ഇന്ന് രാത്രിയുള്ള 7 മണിൻ്റെ നമ്മുടെ മെഗാ മാരത്തോൺ ലൈവിൽ നിർബന്ധമായിട്ട് എൻ്റെ മക്കൾ വരിക. സെറ്റ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മൾ മാത്രമുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക്, അതിൽ ഞാൻ അയച്ചു തരുന്നുണ്ട്. എന്തായാലും ജോയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ഇടാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമിന് കുറേ പാഠങ്ങളുണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിൻ്റെ തലേന്ന് എന്തായാലും ബേസിക് സയൻസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, കുറേ പാഠങ്ങളുണ്ടാവും. ഇപ്പോഴേ മനസ്സിലാക്കി പഠിക്കേണ്ടല്ലേ നല്ലത്. നമ്മൾ ഈ ഓണം വെക്കേഷൻ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഒരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ 0 പഠിപ്പിച്ചു തരും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എജുപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ കൂടെ കൂടിക്കോ. അതിൻ്റെ ലിങ്കും താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. ഹാപ്പി. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു. ലൈവിൽ കാണട്ടോ. ബൈ.